Kitex Flowers TV Awards. നൃത്തം വളരെ പഴക്കം ചെന്നൊരു കൊട്ടാരമാണിത്. നിന്റെയൊക്കെ ഈ ആട്ടം കാരണം ഇതങ്ങ് ഇടിഞ്ഞു വീഴും. ദേവലോകത്തിന്റെ അധിപൻ ദേവേന്ദ്രൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. എല്ലാരും മാറിപ്പോ. ആഹാ, ദേവേന്ദ്രൻ നിന്ന് പതിവിൽ കൂടുതൽ സുന്ദരനായിരിക്കുന്നല്ലോ. എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടോ? ഉണ്ടല്ലോ. മന്ത്രിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ പറ. ഓ, ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഏതെങ്കിലും അമ്പലത്തിൽ അന്നദാനം ഉണ്ടാൻ പോകായിരിക്കും. എടോ, ഇത് കേരളത്തിലെ ഫ്ലവേഴ്സ് ടിവിയുടെ ടെലിവിഷൻ അവാർഡ് നൈറ്റ് ആണ്. വിശിഷ്ട അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളെ എപ്പോ ക്ഷണിച്ചു? ഇത് കണ്ടോ? എന്താ ഇത്? ഇത് ശ്രീകണ്ഠൻ നായരുടെ മകളുടെ കല്യാണക്കുറിയാണ്. അതിന് എടോ മന്ത്രി, ആ കല്യാണക്കുറിയുടെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ ദേവേന്ദ്രനും കുടുംബവും TV അവാർഡ് നൈറ്റിൽ പങ്കെടുക്കണമെന്ന്. കാരണമേ, ഞാനും ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു പാർട്ട്ണർ അല്ലേ. അതെങ്ങനെ? ഫ്ലവേഴ്സ് ചാനൽ HD ദൃശ്യ മികവോടെ എന്ന് പറയുമ്പോൾ ദേവലോകത്തുനിന്ന് ഒരു കൊട്ട പൂവെറിയുന്നത് ആരാ? ഞാനാ. അപ്പൊ ദേവേന്ദ്രൻ TV അവാർഡ് നൈറ്റിന് പോവാണല്ലേ? ഞാൻ മാത്രമല്ല, താനും ഉണ്ട് ഫ്ലവേഴ്സിന്റെ TV അവാർഡ് നൈറ്റ് കാണാൻ. വരൂ. മലയാളക്കരയിലെ ചാനലുകൾക്കിടയിലായി കാണാൻ നല്ല ചന്തമുള്ള പൂക്കൾ വിരിഞ്ഞേ മനസ്സു നിറയുന്നൊരു കലാവിരുന്നൊരുക്കുന്ന ഫ്ലവേഴ്സ് ചാനൽ കണ്ടു ജനം അതിമറന്നേ. സുരാജിനോടൊപ്പം ചേർന്നു മിമിക്രിക്കാർ ഒരുക്കുന്ന കോമഡി സൂപ്പർ നൈറ്റ് എന്നും ചിരി വിതറി. മത്സരങ്ങൾക്കിന്നു പുത്തൻ ശൈലി ഒരുക്കിയ സ്മാർട്ട് ഷോയും കണ്ടങ്ങു ജനം കൊതിച്ചിടുന്നേ. ആഹാ, ഇതാണല്ലേ ഈ പ്രമോക്കാര് പറയുന്ന പ്രൗഢഗംഭീരമായ അവാർഡ് വേദി. സൂപ്പർ. നമസ്കാരം. बचना है हसीनो लो मैं आ गया हुस्न का आशिक हुस्न का दुश्मन अपनी अदा है यारों से जुदा. ചിരിയുടെ പുത്തൻ രൂപഭാവങ്ങളുമായി വെള്ളി ശനി ദിവസങ്ങളിൽ ഹാസ്യത്തിന്റെ തമ്പുരാക്കന്മാർ ഏറ്റുമുട്ടുന്ന കോമഡി റിയാലിറ്റി ഷോ ഇങ്ങനെ ഈ ചാനലിലും ഉണ്ടാ? ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. മന്ത്രിക്കറിയുവോ, ഫ്ലവേഴ്സ് ചാനലിൽ 5 അവാർഡിന് നോമിനേഷൻ കൊടുത്തിട്ട് നിൽക്കുന്ന നിപ്പ. അതേതൊക്കെ? മികച്ച ഗായകൻ, മികച്ച അഭിനേതാവ്, മികച്ച നർത്തകൻ, അയ്യോ, മികച്ച ജഡ്ജ്, അതും പോരാഞ്ഞ് മികച്ച നിരൂപകൻ. ഇതും പോരാഞ്ഞ് ഈ പോന്ന പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാവോ? ഇല്ല. ദേവസ്വം ബോർഡിൽ പെറ്റീഷൻ കൊടുക്കാൻ പോവുക. അയ്യോ, അതെന്തിന്? ശബരിമലയിലെ ഹരിവരാസനം പുള്ളിക്ക് പാടണമെന്ന്. എന്റെ അയ്യപ്പ. അതെ ദേവേന്ദ്ര, ഈ ഫ്ലവേഴ്സ് ടിവിയുടെ അവാർഡ് നൈറ്റിന് എന്താ ഇത്ര പ്രത്യേകത? കേരളത്തിലെ ചാനലുകളെ 5 വീടുകളായി സങ്കല്പിക്കുക. ഓക്കെ. എല്ലാ ചാനലുകളും അവരവരുടെ വീട്ടുകാർക്കാണ് അവാർഡ് കൊടുക്കുന്നത്. അത് മനസ്സിലായില്ല. അച്ഛൻ മികച്ച നടൻ, അമ്മ മികച്ച നടി, കുഞ്ഞമ്മയ്ക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. അപ്പൊ കൊച്ചച്ഛനോ? കൊച്ചച്ഛനല്ലേടോ പ്രൊഡ്യൂസർ. എന്നാൽ അതേസമയം ഫ്ലവേഴ്സ് ടിവിയോ ചാനൽ ഭേദമന്നെ അർഹതയുള്ളവർക്കേ അവാർഡ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ കണ്ട അണ്ടനും അടകോടനും അവാർഡില്ല എന്നർത്ഥം. ഇതാരെയായിട്ട് ഓട്ടിക്കുന്നത്? അയ്യോ, ഇദ്ദേഹത്തെ അറിയത്തില്ലേ? ഇദ്ദേഹമാണ് ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാമായ ശ്രീകണ്ഠൻ നായർ. ഇദ്ദേഹത്തിന് ശ്രീകണ്ഠൻ നായർ മാത്രമല്ല, പിന്നെ ശശിധരൻ എന്നും കൂടെ പേരുണ്ട്. ആണോ? പിന്നെ കേട്ടിട്ടില്ലേ? ശ്രീകണ്ഠേശ്വര ശശിധര. ഇദ്ദേഹം എന്തിനാണ് അയാളെ ഇട്ട് ഓടിക്കുന്നത്? ഇദ്ദേഹം അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഷോയിലെ നിലവറയിൽ നിന്നും സമ്മാനം എടുത്തോണ്ട് ഓടുന്ന ആളായിരിക്കും അത്. ശ്രീകണ്ഠൻ സാറേ, എന്താ പ്രശ്നം? പറയൂ 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 എന്താ പ്രശ്നം? നിലവറയിൽ നിന്നും സമ്മാനം എടുത്തോണ്ട് ഓടുന്ന ആളുടെ പുറകെ സാറെന്തിനാ ഓടുന്നത്? നിലവറയിൽ സമ്മാനം എടുക്കുന്നതിന് പകരം ആദ്യം കണ്ട ക്യാമറമാന്റെ ക്യാമറ എടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം. ഈ ക്യാമറ ഇല്ലാതെ ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യും? ക്യാമറ ആടേ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഈ ബാലവേഷത്തിന്? അയ്യോ, ഞങ്ങള് ബാലക്കാരല്ല. എന്തായാലും നിങ്ങളിവിടെ വന്നല്ലേ. ഇന്നത്തെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ കുറെ ബാലക്കാരും ശ്രീകണ്ഠൻ നായരും. The show must go on. Goodbye. അതിന് മാത്രം ഒരു കുറവുമില്ല. ഞാൻ ഗുഡ് എന്ന് പറഞ്ഞതാ. ഗുഡ് എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ കൂടെ ഏമ്പക്കം കയറി വന്ന്. അതാണ് ഗുഡ് ബൈ. ദേവേന്ദ്ര, ലോകം ചുറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി സാർ ഇങ്ങോട്ടും വരുന്നുണ്ട്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നുമല്ല, സുരാജ് വെഞ്ഞാറമൂട. മോദിക്കോട്ട് വിട്ടോണ്ട് വരുന്ന വരവാ.
എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി സൂപ്പർ നൈറ്റിലേക്ക് സ്വാഗതം. നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വതിയെ. എന്റെ സുരാജെ, നിങ്ങളെന്തിനാ എപ്പോഴും ഈ കോട്ട് വരുന്നത്? ഈ കോട്ട് എന്റെ ട്രേഡ് മാർക്കാണ്. ഒരു എപ്പിസോഡിൽ ഞാൻ മിനിമം 5 കോട്ടെങ്കിലും മാറും. സുരാജ് വെഞ്ഞാറുമൂടെന്നുള്ള പേരങ്ങ് മാറ്റണം. കോട്ടൂരാൻ വെഞ്ഞാറുമൂ. വെൽക്കം അശ്വതി. സുരാജേട്ടാ, ഇന്നത്തെ കോമഡി സൂപ്പർ നെറ്റിലെ ഗസ്റ്റ് ആരാ? അശ്വതി നമ്മുടെ നിക്കർമാൻ കോർഡിനേറ്റർ. എറണാകുളം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പോയിട്ടുണ്ട്. മുഖപരിചയമുള്ള ആരെ കണ്ടാലും വിളിച്ചോണ്ട് വന്നോളും. ഒന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ വിളിച്ചോണ്ട് വന്ന് മേക്കപ്പ് ഇട്ട് ബിജുക്കുട്ടനായിട്ട് ഇറക്കാന്ന്. സുരാജേട്ടാ, ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഗസ്റ്റ് പൃഥ്വിരാജ്. നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. പാവാട എന്ന ചിത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം പൃഥ്വിരാജിനെ. എന്താ പൃഥ്വി പാവാടൊക്കെ ഇട്ടോണ്ട്? എന്റെ പാവാട സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഞാൻ എല്ലാ ചാനലിലും പാവാടയും ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. കാലം പോയൊരു പോക്കേ. എന്താ ദേവേന്ദ്ര? പ്രേമം സിനിമ ഇറങ്ങിയപ്പോൾ അച്ഛന്റെ കറുത്ത ഷർട്ട് ഇട്ടോണ്ട പയ്യന്മാരുടെ ഒക്കെ നടപ്പ്. ചാർലി സിനിമ ഇറങ്ങിയപ്പോഴോ അമ്മയുടെ നൈറ്റി ഇട്ടോണ്ടായി നടപ്പ്. പെങ്ങന്മാരുടെ ശ്രദ്ധയ്ക്ക് പൃഥ്വിരാജിന്റെ പാവാട ഇറങ്ങിയിട്ടുണ്ട്. പാവാട സൂക്ഷിച്ചോണം. ദേവേന്ദ്ര, ആരായി വരുന്നത്? ഇദ്ദേഹത്തെ അറിയത്തില്ലേ? എല്ലാ ചാനലുകളിലും ഭാവി നോക്കി പ്രവചനം പറയുന്ന ആറ്റുകാൽ രാമകൃഷ്ണൻ. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, ഈ ഫ്ലവേഴ്സ് ചാനലിന്റെ സമയം എങ്ങനെയുണ്ട്? ഫ്ലവേഴ്സ് ചാനലിന് വളരെയധികം സമയദോഷമാണ്. മനസ്സിലായില്ല. അതായത് 3 മണി, അത് 7 മണിക്ക്. സമയം ഇവിടെ തന്നെ മാറിയില്ലേ? 3 മണി സീരിയല് കുറഞ്ഞത് ഒരു 3:30-ക്കെങ്കിലും കാണിക്കണം. പിന്നെ ഈശ്വരൻ സാക്ഷിയായി, സകലത്തിന്റെ അധിപനായ ഈശ്വരനെ സാക്ഷിയാക്കാൻ പെറ്റതള്ള പോലും സമ്മതിക്കത്തില്ല. അത് മാറ്റിയിട്ട് മാമൻ സാക്ഷിയായി അല്ലെങ്കിൽ കുഞ്ഞമ്മ സാക്ഷിയായി എന്ന് മാറ്റിയേക്കണമെന്നാണ് എന്റെ ഒരു നിർദ്ദേശം. എന്നെ പോലെ മുൻകൂട്ടി ഏത് കാര്യവും അറിയാനുള്ളൊരു കഴിവ് നമ്മളിൽ എന്നും ആർജവമായിരിക്കണം. ഒരു മിനിറ്റ്, ഒരു ഫോൺ. ഹലോ. അയ്യോ, ഞാൻ വരുന്നു. എന്ത് പറ്റി രാമകൃഷ്ണ? ഇതിക്കുള്ള എന്ത് പറ്റാനാ? എന്റെ മോൾ ഒരു പെട്ടിയാട്ടോക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അപ്പൊ മോളെ കാര്യം മുൻകൂട്ടി അറിഞ്ഞില്ലായിരുന്നോ? നാട്ടുകാരുടെ കാര്യം നോക്കിയിരുന്നപ്പം മോടെ കാര്യം നോക്കാൻ മറന്നുപോയി. കരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. ഇതൊക്കെ ആരുടെ ഇത്? ഞങ്ങൾ കുട്ടിക്കലവറയിലെ കുട്ടികളാ. അയ്യേ, നിങ്ങളെന്താ ഈ തടിച്ച് തീപ്പന്നി പോലെ ഇരിക്കുന്നത്? മാസത്തിൽ 30 ദിവസം കുട്ടിക്കളവരയിലല്ലേ, അവിടെ കിടന്ന് തടിച്ച് ഇങ്ങനെ ആയിപ്പോയതാ. അല്ല, കുട്ടിക്കലവറയുടെ അവതാരിക ആ കറുത്തമുത്ത് എവിടെ? ദാ വരുന്നു. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും. ആ മുത്തു നക്ഷത്രമാകും. ഈ കറുത്ത മുത്തണ്ട ഈ എല്ലും തോലും ആയിരിക്കുന്നത്. കുട്ടിക്കളവരല്ലേ ഈ കുട്ടികൾ പാകം ചെയ്തത് അപ്പൊ തന്നെ തിന്നും. ഒരു തുള്ളി പോലും എനിക്ക് തരില്ല. ഇത് കണ്ടു കൊതിവിട്ട ഞാൻ ഈ ഗതിയായത്. നിനക്ക് ഭ്രാന്തടി. അമ്മച്ചിയാണ് നിനക്ക് ഭ്രാന്ത്. നിങ്ങൾ ചുമ്മാ അതിന് മനുഷ്യ. ഞാൻ ഉള്ളത് പറയാൻ. നീ നിന്റെ അനിയൻ, നിനക്ക് ഭ്രാന്താണ്. ദേവേന്ദ്ര, അവിടെ എന്താ ഒരു ബഹളം? ഉപ്പും മുളകും ടീമാ അവാർഡില്ലെന്ന് അറിഞ്ഞോണ്ട് ബഹളം വെക്കുന്നതാ. എടി, നിനക്ക് ഭ്രാന്തടി. അമ്മച്ചിയാണ് നിനക്ക് ഭ്രാന്ത്. നിങ്ങൾക്കാണ് ഭ്രാന്ത്. എടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഈ അവാർഡ് നൈറ്റിന് എനിക്ക് അവാർഡ് കിട്ടിയെന്നെ. നിന്റെ ഓന്റെ മുഖം കാരണം നീ അഭിനയിച്ച് കുളവാക്കി. നിനക്കും അവാർഡില്ല, എനിക്കും അവാർഡില്ല. നിങ്ങൾക്ക് ഏത് അവാർഡ് കിട്ടാനാണ് നിങ്ങൾ ഈ കിടന്ന് തിളയ്ക്കുന്നത്? എടി, മികച്ച ഭാഷാശുദ്ധിക്കുള്ള അവാർഡ്. ഹലോ, ഭാര്യയും ഭർത്താവും. എന്ത്? നിങ്ങളുടെ ഈ പരിപാടിക്കകത്ത് 1/2 മണിക്കൂറുണ്ട്. ഈ 1/2 മണിക്കൂറും സദാസമയം നിങ്ങൾ വഴക്കാണ്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 5 മക്കളുണ്ട്. ആ സമയത്ത് ഒരു വഴക്കും. ദേവേന്ദ്ര, എന്തോ ഈ ഉപ്പും മുളവിൽ നന്നായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ തന്നെ. ഓ. അപ്പൊ പിന്നെ എനിക്ക് അവാർഡ് തരേണ്ടവര്. അനിയ വന്നതല്ലേ ഉള്ളൂ. ഉപ്പും മുളകും ശരിക്കൊന്ന് പിടിക്കട്ടെ, എന്നിട്ട് വറുത്ത് കോരി അങ്ങ് തരാം. അപ്പൊ ഉപ്പും മുളകും ടീമിന് അവാർഡ് കിട്ടുമോ? ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടത്തില്ല. അർഹതയുണ്ടോ അവർക്കെല്ലാം അവാർഡ് കിട്ടും. മന്ത്രി. എന്താ പ്രഭു? കണ്ടെല്ലാം തൃപ്തിയായല്ലോ, മനസ്സ് നിറഞ്ഞു. എങ്കിൽ നമുക്ക് ദേവലോകത്തേക്ക് തിരിച്ചു പോകാം. ഹലോ മിസ്റ്റർ ദേവേന്ദ്രൻ. ഓയ് ഓയ്, അവിടെ നിൽക്കി. മിസ്റ്റർ ദേവേന്ദ്രൻ, നിങ്ങൾ പോകരുത്. ഒരു കാര്യം പറയാനുണ്ട്. എന്താ?
ഇവിടെ വന്നവരാരും വെറും കൈയോടെ പോയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് പോകരുത്. എന്തെങ്കിലും പാരിതോഷികം തരാനായിരിക്കും. ചെല്ല് ചെല്ല്. 150 എപ്പിസോഡുള്ള ഒരു പുണ്യ പുരാണ പരമ്പര ഫ്ലവേഴ്സ് TV തുടങ്ങുന്നുണ്ട്. അതിൽ ദേവേന്ദ്രൻ തന്നെ ഹീറോ. ഞാനും പിന്നെ ഞാനും. അപ്പൊ അടുത്ത വർഷത്തെ മികച്ച നടൻ സംശയമെന്ത്? ദേവേന്ദ്രൻ തന്നെ. ഗുഡ് ബൈ.